നമ്മൾ ഭയത്തോടെ കാത്തിരുന്ന ആ വാർത്ത എത്തിക്കഴിഞ്ഞു. ലഹരി സംഘത്തിന് HIV അല്ലെങ്കിൽ എയ്ഡ്സ്, തകർന്നു ജീവിതം. 91 ന്യൂസിലേക്ക് സ്വാഗതം. പുതിയ തലമുറയാണ് സിന്തറ്റിക് ഡ്രഗുകൾ വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങിയത്. അങ്ങനെ ഈ മാരക അപകടം തുടങ്ങിയിട്ട് വർഷങ്ങൾ അധികമായിട്ടില്ല. അതിന്റെ ഭീകരമായ മരണമുഖങ്ങൾ പുറത്തു വരാൻ ഇനി അധിക കാത്തിരിപ്പിന്റെ ആവശ്യവും വരില്ല. ലോകത്ത് ഇന്നുവരെ മരുന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു രോഗമാണ് എയ്ഡ്സ്. ഇഞ്ചിഞ്ചായി മരണത്തിന് കീഴടങ്ങുക എന്നത് മാത്രമാണ് HIV ബാധിതനായാൽ പിന്നീട് സംഭവിക്കുന്നത്. മലപ്പുറം വാളാഞ്ചേരിയിൽ ലഹരി സംഘത്തിലെ 9 പേർക്ക് എയ്ഡ്സ് പിടിപെട്ടിരിക്കുന്നു. അതിൽ 6 പേരും മലയാളികളാണ്. മയക്കുമരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ചിൽ നിന്നാണ് രോഗം പകർന്നിരിക്കുന്നത്. കേരളത്തിൽ എയ്ഡ്സ് വ്യാപനം കൂടാൻ ഇനി അധിക സമയം വേണ്ട എന്നതിന്റെ തെളിവ് കൂടിയാണ് മലപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത്. MDMAയും സ്റ്റാമ്പും പോലുള്ള വിഷ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് അതൊക്കെയും ലഹരി പകരുന്നത് 1-2 വർഷങ്ങൾ മാത്രമാണ്. പിന്നെ അവർ മരണത്തിന്റെ കരങ്ങളിലാണ്. ഈ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നവരുടെ പല്ലുകൾ ഒന്നൊന്നായി ഒടിഞ്ഞ് തകരും. കാഴ്ചശക്തി മങ്ങി ഇല്ലാതാകും. നാവിൻ തുമ്പിലെ രസമുകുളങ്ങൾ മരവിച്ച് രുചിയറിയാൻ സാധിക്കാത്ത വണ്ണമായി തീരും. അതായത് മധുരം കഴിച്ചാലും പുളിയോ എരിവോ രുചിച്ചാലും ഒരേ അവസ്ഥ. എല്ലാം പച്ചവെള്ളം കുടിക്കുമ്പോൾ ഉള്ളതുപോലെ. പിന്നീട് നഷ്ടമാകുന്നത് കേൾവിയാണ്. ഇതൊക്കെയും തലച്ചോർ തകരാറിലാകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ശേഷം ശരീരം മെലിയാൻ തുടങ്ങും. ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, കൈകാൽ മുട്ടുകൾ മടക്കാൻ കഴിയാത്ത സ്ഥിതി, കഠിനമായ ശരീരവേദന, ഉറക്കം പരിപൂർണമായി ഇല്ലാതാകും. ഒട്ടും നടക്കാൻ കഴിയാത്ത വണ്ണം ആരോഗ്യം നശിക്കപ്പെടും. അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ ശേഷി പൂർണ്ണമായും നശിച്ച് മനുഷ്യരൂപത്തിൽ നിന്നും ശ്വാസം നിലയ്ക്കാത്ത ഒരു വികൃത രൂപത്തിലേക്ക് ലഹരി അടിമകൾ മാറും. അതായത് കേവലം 5 വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ മയക്കുമരുന്ന് അടിമകളായ യുവതലമുറയ്ക്ക് വേണ്ടി ഇന്നത്തെ വൃദ്ധസദനങ്ങൾ പോലെ മരണത്തെ സ്വീകരിക്കും വരെ താമസിക്കുവാനുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകേണ്ടി വരും. ഇപ്പോൾ പുകച്ചും മൂക്കിൽ വലിച്ചു കയറ്റിയും ലഹരിയിൽ രമിക്കുന്നവർ ഒരു തുള്ളി പച്ചവെള്ളം ഇറക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തി ഒന്നും വ്യക്തമായി കാണാൻ കഴിയാതെ, യാതൊന്നും കേൾക്കാൻ സാധിക്കാതെ, എല്ലുകൾ പൊടിഞ്ഞ് തലച്ചോർ തകർന്ന് ബാക്കിയുള്ള അല്പബോധ മനസ്സുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് വേഗം മരിച്ചിരുന്നുവെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ദുരന്തം നമുക്ക് കാണേണ്ടി വരും. അതിന്റെ ഒപ്പമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മാരക രോഗമായ എയ്ഡ്സ് മയക്കുമരുന്ന് അടിമകളിൽ വ്യാപകമാകുന്നത്. ഇതും പരസ്പരം ഞരമ്പുകളിൽ കുത്തിയിറക്കുന്ന സിറിഞ്ചിലൂടെ വഴിവിട്ട ലൈംഗിക ബന്ധങ്ങളിലൂടെ എയ്ഡ്സ് മയക്കുമരുന്ന് ഭ്രാന്തന്മാരെ ബാധിച്ചു കഴിഞ്ഞു. മരണത്തിനായി കേഴുന്നവരുടെ ശബ്ദം കേരളത്തിൽ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അത് ആർത്തനാദങ്ങളായി നമ്മുടെ കാതടപ്പിക്കും മുൻപ് ലഹരിയെ കേരളത്തിൽ നിന്നും തുരത്തണം. ഒരുമിക്കാൻ നമുക്ക് ലഹരിക്കെതിരെ.